വേദ നമ്മളെ തോൽപ്പിച്ചു. ഏട്ടത്തി, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് ശരിയാണ്. പക്ഷേ സംഭവിച്ച കാര്യം പറഞ്ഞ അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഇങ്ങനെ ഒരു കളവ് പറയേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞ അത് മനസ്സിലാക്കാൻ വലിച്ചേട്ടന് കഴിയില്ലേ? ഗിരിയേട്ടനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇതിന്റെ പേരിൽ തരുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. നന്ദിനി, നീ ഈ കളത്തിലെ ഒരു കരു മാത്രമാ. എന്നെ വെട്ടി വീഴ്ത്തല അവരുടെ ലക്ഷ്യം. കള്ളം പറഞ്ഞത് സ്വാതിയ, നഷ്ടപ്പെടുന്നത് എന്റെ മേലുള്ള വിശ്വാസം. കണ്ടില്ലേ, ഇതാണ് നന്ദിനി സ്വാതിയുടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത കാർഡ്. നോക്കണേ, ഇതിൽ ഒരു വര മാത്രമേ ഉള്ളൂ. യഥാർത്ഥ കാർഡ് മാറ്റി നന്ദിനി എല്ലാവരെയും പറ്റിക്കായിരുന്നു. ഇതാണ് നന്ദിനി ഞങ്ങളെ കാണിച്ച 2 വരെയുള്ള പ്രഗ്നൻസി കാർഡ്. ഇത് പഴയതാണ്. എവിടെ നിന്നോ നന്ദിനി സംഘടിപ്പിച്ചത്. ഇത് വെച്ച് അവര് നീലിനെ പറ്റിക്കായിരുന്നു. അതല്ലേടാ ഞാൻ. എടാ, അവര് പറയുന്ന കേട്ട് എടുത്തു ചാടി നമ്മളൊന്നും ചെയ്യരുത്. ആദ്യം ഏട്ടത്തി ഒന്ന് വരട്ടെ. നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരേണ്ടത് ഞങ്ങളാരും അല്ലല്ലോ, ഏട്ടത്തിയാണ്. ഈ കേട്ടതൊക്കെ സത്യമാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സ്വാതിയോട് ക്ഷമിക്കില്ല. എടാ, ഏട്ടത്തിയോട് നേരിട്ട് ചോദിക്കുന്നതിന് മുൻപ് ഒന്നും തീരുമാനിക്കുന്നത് ശരിയല്ല. ഇനിയൊരു പക്ഷേ ആ പറഞ്ഞതാണ് സത്യമെങ്കിലോ? എന്നോട് കള്ളം പറഞ്ഞ് എന്നെ വഞ്ചിക്കാൻ അവൾക്ക് എങ്ങനെ തോന്നിയടാ? എന്തായമ്മ? അതെ മോളെ, ഇവിടെ അവക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവളിങ്ങോട്ട് വന്ന് സ്വയം കത്തിയെറിഞ്ഞങ്ങ് തീർന്നാ മതി. അമ്മ ഇങ്ങോട്ട് വാ. അല്ല, അമ്മ വന്ന് പറഞ്ഞ വിശേഷം കേട്ടിട്ടേ ഇവിടെയുള്ളവരെന്താ പറഞ്ഞേ? എന്ത് പറയാനാ, ഞാൻ പറഞ്ഞത് കേട്ട് സ്തംഭിച്ച് ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു. ആർക്കും ഒരു അക്ഷരം പോലും പുറത്തോട്ട് പറയാൻ പറ്റിയില്ല. പക്ഷേ സ്വാതി പറഞ്ഞാലേ അവർക്ക് വിശ്വാസം വരുമെന്ന്. വിശ്വാസം? അവളുടെ വിശ്വാസം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് പടി ഇറങ്ങി കടലിൽ പതിച്ചില്ലേ? ഇനി അവള് പറയുന്നത് ആര് വിശ്വസിക്കാനാ? ഞങ്ങൾ വിശ്വസിക്കും. അവന്റെ ഒരു ബഹുമാനം. എടാ ഗിരി, കള്ളം പറഞ്ഞ് ഈ വീട്ടിലുള്ളവരെ മുഴുവനും വിട്ടികളാക്കിയവളാ നീ പറഞ്ഞ സ്വാതി. കൂട്ടിനെ നിന്റെ പുന്നാര ഭാര്യയും. അവളുമാര് കാട്ടിക്കൂട്ടിയ പേക്കൂത്തെല്ലാം ഇനി നീയും കൂടെ അറിഞ്ഞോണ്ടാണോ? പറയടാ. അത് തന്നെ, എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നാതിരുന്നിട്ടില്ല. ഓ, ഇവന്റെ മേൽ എന്തൊക്കെ അധികാരങ്ങളായിരുന്നു അവക്ക്. ഇപ്പൊ നീ എന്ത് പറയുന്നടാ? ഇനിയും നീ അവളെ വിശ്വസിക്കാൻ പോവാണോ? ആണോടാ? കഷ്ടം. ഏട്ടത്തി ഗർഭിണിയെല്ലാം തെളിയിക്കാൻ നിങ്ങൾ ഈ പെടാപ്പാട് പെടുന്നതിന്റെ വിഷമം കാണുമ്പോ സത്യത്തിൽ എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നുണ്ട്. അയ്യടാ, ഇത്ര നേരം പിന്നെ ഈ പറഞ്ഞതൊക്കെ എന്താണല്ലോ നിന്റെ വിചാരം? തെറ്റ് ചെയ്തെങ്കിൽ സ്വാതിയെടുത്ത് തന്നെ അത് തുറന്നു പറയും. എനിക്കതിലെ നല്ല ഉറപ്പാ. അതുവരെ നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്വാതിയെടുത്തിയെ ഞങ്ങളാരും സംശയിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യില്ല. വേണ്ട, നീ വിശ്വസിച്ചോടാ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴും എന്റെ മക്കൾ ഇതൊക്കെ തന്നെ പറയണം. ഗൗരി, നീ വാടി. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ വാ. അല്ലടി മോളെ, ആ വേദ എവിടെ പോയതാ നീ പറഞ്ഞത്? അമ്മേ, ഇനി ഈ വീട്ടിൽ നടക്കാൻ പോകുന്നതേ സ്വാതിയുടെ വിചാരണയാ. അവൾക്കെതിരെ സംസാരിക്കുമ്പോ നമുക്ക് കൂടുതൽ തെളിവുകൾ വേണം. അങ്ങനെ സംസാരിക്കുന്ന തെളിവുകൾ കൊണ്ടുവരാനാ വേദ പോയിരിക്കുന്നെ. സംസാരിക്കുന്ന തെളിവോ? അതെ അമ്മേ, അവൾക്കെതിരെ സംസാരിക്കുന്ന തെളിവുകൾ ഒരുപാടുണ്ടല്ലോ. അതിലൊന്നാ ആ ഹെൽത്ത് സെന്ററിലെ നഴ്സ്. എന്റെ അമ്മയെ അന്ന് ഈ വീട്ടിൽ വന്ന് സ്വാതിയെ പരിശോധിച്ചില്ലേ? ഇത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും.
പക്ഷെ അതിന്റെ പേരില് കാരണമില്ലാതെ അവളെ കുരിശിലേറ്റാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? ആ. ഓ, ഇവർക്കൊക്കെ ഇതെന്തിന്റെ കേടടി പെണ്ണെ? സ്വാതി എന്താ വല്ല പാമ്പം ബാലവോ ഇത്ര ഉറച്ച് വിശ്വസിക്കാൻ? അതൊക്കെ ഇപ്പൊ തീരില്ലേ അമ്മേ? ഉം. ഇന്നു മുതലേ ഈ വീട്ടിൽ ഒരു അടിമയെ പോലെ അവള് ജീവിക്കും. അമ്മയും ഞാനും വേദയും പറയുന്നത് കേട്ട് അനുസരിച്ച് അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരടിമ. ഒക്കെ ശരിയാണ് എന്ന് കരുതി നമുക്കങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. ചോദ്യങ്ങൾ വേട്ട നായ്ക്കളെ പോലെ നമ്മളെ വിഴുങ്ങാൻ കാത്തിരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കിനി പറ്റില്ല. ഏട്ടനാവും. അല്ല, ഗൗരിയാ. ഇതെന്തിനാ ഇവരിപ്പോ വിളിക്കുന്നത്? നമ്മുടെ നേരെ കുതിര കയറി പോയിട്ട് അധികം നേരമൊന്നും ആയില്ലല്ലോ. വല്ല കുറ്റം പറയാനാവും. എന്തായാലും എടുക്ക്. ഹലോ. എടിമോളെ സ്വാതി, നിനക്കേ ഗർഭമില്ലെന്നും നീ കബഡി കളിക്കാൻ ഇറങ്ങിന്നൊക്കെ പറഞ്ഞിട്ടേ മഹേഷ് ഏട്ടൻ വിശ്വസിക്കുന്നില്ലടി. അങ്ങനെയാണല്ലോ നീ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ്. എടി മോളെ, നിന്റെ എല്ലാ ഇമേജും ഇന്നത്തോടെ പൊളിയും. ആ അതെ, നിന്റെ കെട്ടിയനില്ലേ ആ നീല്, അവനില്ലേ തൊട്ടിലും വെച്ചോണ്ട് മുറിക്കാത്ത ഇങ്ങനെ ഇരുന്ന് കരയുവാടി വെച്ചേ. അയ്യോ പാവം, നീ വന്ന് ആശ്വസിപ്പിക്കെന്റെ മോളെ. എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും തുറന്നു പറയും. ചെയ്ത തെറ്റിന് എന്ത് ശിക്ഷയും ഞാൻ നേരിടും. പക്ഷെ എന്റെ ഏട്ടന്റെ ജീവിതത്തിൽ ഒരു പോറല് പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീയൊക്കെ ഏത് പത്മവ്യൂഹം ചമച്ചാലും അതൊക്കെ ഈ സ്വാതി തകർക്കും. ആണോ? എന്നാ പിന്നെ നീ ഒന്ന് വേഗം വാ. വരുവടി, സ്വാതി വരൂന്ന് പറഞ്ഞ വന്നിരിക്കും. വെച്ചിട്ട് പോടി. കട്ട് ചെയ്തു. ഓ, എനിക്കറിയാം ഏട്ടൻ ആദ്യം കുറച്ച് പൊട്ടിത്തെറിക്കും. ചിലപ്പോ എന്നെ തല്ലിയെന്നും വരും. പക്ഷെ ഈ സ്വാതി ഇല്ലാതെ എന്റെ ഏട്ടന് ജീവിക്കാൻ പറ്റില്ല നന്ദിനി. എന്റെ ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിക്കാൻ കടമപ്പെട്ടവളാ ഞാൻ. എന്തു വന്നാലും എനിക്ക് ഈ ജീവിത യുദ്ധം ജയിച്ചേ പറ്റൂ. ഏട്ടത്തി, ആദ്യം നമുക്ക് ക്ഷേത്രത്തിൽ പോയി സിദ്ധനെ ഒന്ന് കാണണം. അദ്ദേഹം ഒരു വഴി പറഞ്ഞു തരാതിരിക്കില്ല. അത് കുട്ടിയുടെ ഭർത്താവിന്റെ നാശത്തിലേക്കുള്ള ഒരു തുടക്കമായിരിക്കും. ഞാൻ പറഞ്ഞത് കുട്ടിക്ക് മനസ്സിലായോ? എന്ത് സംഭവിച്ചാലും സർവ്വതും സഹിച്ചു നിന്നേ പറ്റൂ. ചെന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാത്തിനുമുള്ള ശക്തി ഭഗവാൻ തരും. ഏട്ടത്തി, ഭഗവാനെ, ഒരു ഗർഭിണി അങ്ങനെ ചെയ്യില്ല. എടാ, ചിലപ്പോ അവര് പറഞ്ഞത് സത്യമായിരിക്കും. പക്ഷേ സ്വാതിയെ പോലൊരാൾ ഇത്തരം ഒരു കള്ളം പറയണമെങ്കിൽ അതിൻ്റെതായ ഒരു കാരണമില്ലാതെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്ത് കാരണം ഉണ്ടായാലും അവൾക്കത് തുറന്നു പറയാൻ പറ്റുന്ന ആളാണല്ലോ ഞാൻ. എന്തുകൊണ്ട് അവളത് എന്നോട് പറഞ്ഞില്ല? അല്ലെങ്കിൽ അവൾക്കത് അച്ഛനോട് പറയായിരുന്നില്ലേ? അവൾക്ക് ജന്മം നൽകിയ സ്വന്തം അച്ഛനേക്കാൾ അധികം അച്ഛൻ സ്വാതിയെ സ്നേഹിച്ചിട്ടില്ലേ? തിരിച്ച് അവളും അച്ഛനെ സ്നേഹിച്ചിട്ടില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് അവളിത് പറഞ്ഞില്ല? അപ്പോ അവൾക്ക് നമ്മളോട് അത്രയും ആത്മാർത്ഥത ഉള്ളൂന്നല്ലേ അതിനർത്ഥം? ഡേ, ഈ തൊട്ടിൽ അച്ഛൻ കണ്ടോ? ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കിടത്താൻ വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. ഞാൻ ആരെയും ചവിട്ടി താഴ്ത്താനോ ദ്രോഹിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇനിയും അവളെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
എന്റെ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന ദിവസങ്ങളാ കടന്നുപോയത്. ജീവിതത്തിലേക്കൊരു കുഞ്ഞ് വരുന്നതിന്റെ സന്തോഷം, കാത്തിരിപ്പിന്റെ ആനന്ദം, അതൊക്കെ ഞാൻ അനുഭവിച്ചു. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് അവൾ ചവിട്ടി അരച്ചത്. അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും എനിക്ക് കഴിയില്ല അച്ഛാ. എന്നെ അവൾ തകർത്ത് കളഞ്ഞു. മോനെ, സ്വാതി ഇപ്പൊ വരും. നീ ബഹളമൊന്നും ഉണ്ടാക്കരുത്. വളരെ സമാധാനത്തോടെ വേണം അവളോട് കാര്യങ്ങൾ. മനുഷ്യനാ, അഭിനയൊക്കെ ക്യാമറയ്ക്ക് മുന്നിലേ ഉള്ളൂ. ജീവിതത്തിൽ അഭിനയിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവളോടുള്ള എന്റെ പെരുമാറ്റത്തിലും ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ വികാര വിചാരങ്ങളും ഉണ്ടാവും. ചിലപ്പോ ഞാൻ പൊട്ടിത്തെറിച്ചെന്നും വരും. മോനെ, നിന്റെ മനസ്സ് അച്ഛന് മനസ്സിലാവും. പക്ഷേ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നാളെ അച്ചടിച്ചു വന്ന, ഏതെങ്കിലും ഒരു ചാനലിൽ വാർത്തയായിട്ട് വന്ന, അതിനൊരു അവസരം കൊടുക്കരുതെന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്നില്ല അച്ഛാ. സ്വയം വരച്ചിട്ട് ഒരു കളത്തിനുള്ളിൽ കയറി നിന്ന് കരയാനും ചിരിക്കാനും ഒന്നും എനിക്കിപ്പോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് പ്രതികരിക്കും. കേൾക്കണം. നിക്ക് പ്ലീസ്. നിയന്ത്രണം വിടരുത്. ഞാൻ പറയാതെ നീ താഴത്തേക്ക് വരരുത്. മനസ്സിലായോ? അച്ഛാ, മോനെ, ഇത് കോടതിയല്ല വിചാരണ നടത്തി തോൽപ്പിക്കാൻ. കുടുംബം, അത് ഓർമ്മ വേണം. ഇനി നമ്മൾ വിചാരിക്കുന്ന പോലെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കോ? ഏട്ടത്തി, എന്തോ ഒന്ന് പറയാത്തെ? ഇത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമോ നന്ദിനി? അകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് വലിയ സ്ഫോടനങ്ങൾ തന്നെയാ. എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വാ. ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ചാർജർ ഷേക്ക് എടുക്കാം. എന്താ ക്ഷീണത്തിന് അതാ നല്ലത്. മതി പരിഹാസം. അതവിടെ വെക്കരുത്. ഇത് ഈ വീട്ടിൽ വെക്കണോ വെളിയിൽ വലിച്ചെറിയണോന്ന് പിന്നെ തീരുമാനിക്കാം. കഷ്ടമുണ്ട് വലിച്ച. ഞങ്ങള് കഷ്ടപ്പെട്ട് കളിച്ച് നേടിയ ട്രോഫി ഇത്. ഇതാണോ വലിച്ചും പുറത്തു കളയാൻ പറയുന്നത്? അയ്യോ, ഇവളുമാർക്ക് വല്ല കൂസലുണ്ടോ നോക്കിയേ. ഇപ്പൊ എവിടെ പോയിട്ട് നിന്റെ ദിവ്യ ഗർഭം? സ്വാതി, നീ എന്തിനാ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത്? അഭിമാനത്തോടെ തലയുയർത്തി നിന്ന് എന്തിനേയും നേരിടുന്ന സ്വാതിക്ക് ഇന്നിത് എന്തു പറ്റി? പറയുമോളെ, അച്ഛൻ കേട്ട സത്യമാണോ? എന്താ മോളെ മിഴിച്ചു നിൽക്കുന്നത്? സത്യം പറയടി. വേദ വന്നു കഴിഞ്ഞാ പിന്നെ നീ ആയിട്ട് പിന്നെ ഒന്നും പറയേണ്ടി വരില്ല. നീ ഇതുവരെ കണ്ട വേദയായിരിക്കില്ല ഇനി വരാൻ പോകുന്ന വേദ. രൂപവും ഭാവവും മാറിയ പുതിയ വേദയുടെ മുഖമായിരിക്കും. നോക്കടി, കണ്ണ് തുറന്ന് കാണ്. ഇതാണ് പുതിയ വേദ. ഞാൻ പറഞ്ഞില്ലേടി, ഈ പുതിയ വേദയോട് എതിരിട്ട് നിൽക്കാനേ നിനക്കൊരിക്കലും കഴിയില്ല. എല്ലാം ഓക്കെ അല്ലേ ഡാനി? മാഡം പറഞ്ഞതുപോലെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവരെപ്പോഴേ തുടങ്ങി വെച്ചു. ഇനി മാഡത്തിന്റെ ഊഴമാണ്. അപ്പൊ പിന്നെ ഇനി വൈകിക്കണ്ട. ഇനി ഇടതുകാല് വെച്ച് കയറുന്നത് ശരിയല്ലല്ലോ. ഇത് വേദയുടെ രണ്ടാമത്തെ പടിയേറ്റം അല്ലേ? അല്ലേ ഡാനി? അതെ മാഡം. മാഡം ധൈര്യമായിട്ട് കയറിക്കോളൂ. ഇനി ഈ വീടിന്റെ മഹാറാണി മാഡം തന്നെയാണ്. ശരി,
അപ്പൊ പിന്നെ വലത് കാല് തന്നെ വെക്കാം. നിക്കേ. ഇനി ഈ പടി കയറുന്നത് പഴയതുപോലെ ആകാന്ന് നീ വിചാരിക്കണ്ട. പേടിച്ചു പോയാ? അതിനെ പുതിയ ചില ആചാരങ്ങളൊക്കെ വാ മോളെ. ഞങ്ങള് പറഞ്ഞതല്ലേ സത്യം. യഥാർത്ഥത്തില് നീ ഗർഭിണിയാണോ? അല്ലെങ്കിൽ നീ പറഞ്ഞാലും മതി. ഈ നാടകത്തിന്റെ സൂത്രധാരൻ സത്യത്തിൽ നീയാണല്ലോ. എന്താ മറുപടി പറയാൻ രണ്ടാക്കുന്നാവില്ലേ? വേണ്ട. പറയ് സ്വാതി, നീ ഗർഭിണിയല്ലേ? എന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഇവര് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. നിന്റെ വാക്ക് അതൊന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കൂ. നമ്മുടെ കുഞ്ഞ്, അത് നീ എന്നോട് പറഞ്ഞൊരു കളവായിരുന്നു സ്വാതി. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു അബദ്ധം പറ്റിയതാ. കണ്ടില്ലേ, ഇപ്പൊ കള്ളി വെളിച്ചത്തായില്ലേ? സ്വാതി, നീ ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. അല്ല ഏട്ടാ, ഏട്ടത്തി പറഞ്ഞത് സത്യം തന്നെയാ. ഏട്ടത്തിക്കെതിരെ പാര വെക്കുന്നവരെ വട്ടി തട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു കള്ള അത്. പക്ഷെ പിന്നീട് സത്യം പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഏട്ടത്തിയോട് ക്ഷമിക്കണേ ഏട്ടാ. മുന്നിൽ വന്ന് നിന്ന് യുദ്ധം ചെയ്യുന്ന ഇവളെ നിന്നെക്കാൾ വിശ്വസിക്കാം. ഇവള് നിന്നെ പോലെ ഒപ്പം നിന്ന് ചതിക്കില്ല. ഇതുപോലെ പിന്നിൽ നിന്ന് കുത്തി മുറിവേൽപ്പിക്കുകയില്ല. ഇതെനിക്ക് സഹിക്കാൻ വയ്യ. അച്ഛാ, എല്ലാരോടും കൂടി ഞാൻ പറയാ, ദേ ഇതിന് ഇന്നൊരു തീരുമാനം വേണം. എന്റെ ജീവിതത്തിൽ ഇനി സ്വാതിയില്ല. നീലിന്റെ തീരുമാനം തന്നെയാ എന്റെ. നീ മിണ്ടരുത്. നിങ്ങളുടെ ഭർത്താക്കന്മാര് പറഞ്ഞു കേട്ടില്ലേ? മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. അതാ രണ്ടിനും നല്ലത്. എന്റെ മോന്റെ ജീവിതം തോൽവിയായിപ്പോയി. ഞാൻ അങ്ങനെ സമാധാനിച്ചോളാം. ഏട്ടാ, എന്നോട് ക്ഷമിക്കേട്ടാ. ക്ഷമിക്കാനോ? അതും നിന്നോട്? വാടി ഇവിടെ. എങ്ങോട്ടൊന്ന് ഇറങ്ങി പൊയ്ക്കോ. ഏട്ടാ, ഞാൻ പറയുന്നു. നിന്നോടല്ലേടി പറഞ്ഞു ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. ഈ വീടിന്റെ വാതിൽ നിനക്ക് മുന്നിൽ തുറക്കില്ല ഒരിക്കലും. ഇടയ്ക്ക് വെച്ച് കണ്ട ഏതോ ഒരു പാഴ്ക്കിനാവായിരുന്നു നീ. അതെന്നേക്കുമായി മാഞ്ഞുപോയി. കടന്നു പൊയ്ക്കോളാം. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരരുത്.
തിരിച്ചു വന്നാൽ ഏട്ടത്തി വിലയുണ്ട്. ഏട്ടത്തി ഇനി തിരിച്ചു കയറാൻ അവർ സമ്മതിക്കൂ? ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്കിവിടെ തിരിച്ചു കയറിയേ പറ്റൂ. ആട്ടി ഓടിച്ചാലും എറിഞ്ഞോടിച്ചാലും എനിക്കിവിടെ നിന്ന് എങ്ങോട്ടും പോവാൻ പറ്റില്ല നന്ദിനി. എനിക്ക് നല്ല പേടിയുണ്ട് ഏട്ടത്തി. ഗിരിയേട്ടൻ എന്നെ കൊല്ലും. 2 ദിവസം വീട്ടില് ചെറിയമ്മയുടെ അടുത്ത് പോയി നിന്നിട്ട് ഈ ചൂടിന് തണുക്കുമ്പോ വന്ന് കാല് പിടിച്ച് തിരിച്ചു കയറിയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇല്ല നന്ദിനി, തിരികെ കയറുന്നെങ്കിൽ അതിപ്പോ തന്നെ വേണം. എല്ലാരും താഴെ തന്നെ കാണും. അവര് നമ്മള് തടയില്ല ഏട്ടത്തി. ആരും തടയില്ല നന്ദിനി. അഥവാ ആരെങ്കിലും തടഞ്ഞ അവരോട് പറയാനുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. മാറി നിക്കടി. ഇനിയൊരു അക്ഷരം മിണ്ടിയ കൊന്നുകളയും ഞാൻ. ഇതേ എന്റെ ഭർത്താവിന്റെ വീടാ. ഇവിടുന്ന് ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? ആഹാ എടി, നിന്റെയൊക്കെ കെട്ടിയന്മാർ തന്നെയല്ലേ രണ്ടിനെ ഇവിടെ ഇറക്കി വിട്ടത് അല്ലേ? അതെ, ഞങ്ങളുടെ ഭർത്താക്കന്മാര് തന്നെ ഇറക്കി വിട്ടത്. പക്ഷെ അതവരെ അന്നേരത്തെ ദേഷ്യത്തിന് ചെയ്തതാ. അച്ഛോ, അതിപ്പോ ഇവരല്ല ഏത് ഭർത്താക്കന്മാരായാലും അങ്ങനെയൊക്കെ ചെയ്തെന്നിരിക്കും. അത്രയ്ക്ക് വലിയ തെറ്റ് തന്നെയാ ഞങ്ങൾ ചെയ്തത് എന്ന് കരുതി ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോകാനൊന്നും ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഈ വീട്ടിൽ ഇനിയും ജീവിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. നീലങ്കിരി കാണുന്നതിന് മുമ്പ് തിരിച്ചു പോകുന്നതാ നല്ലത്. മഹേഷേട്ടാ, അതെ, ഇവളമാരെ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. ഇറക്കി വിട്ടിട്ട് പോവാതെ ദാ പിന്നെയും രണ്ടും കൂടെ തിരിച്ചു വന്നിരിക്കില്ലേ? തടയാൻ ശ്രമിച്ച ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാ ഇവളുമാര് രണ്ടും കൂടെ അകത്തോട്ട് കയറി വന്നത്. ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. പിന്നെ പിന്നെ ഇവരോട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഉള്ള കാര്യം തെളിച്ചങ്ങ് പറഞ്ഞു. എന്ത് കാര്യം? തടയാൻ നിന്നാ അടി വാങ്ങിക്കുമെന്ന് പറഞ്ഞു. ഓഹോ, അത് ശരി. അപ്പോ തടയാൻ വരുന്നവരെ നിങ്ങൾ തല്ലും. മിഷന് ഏട്ടന്റെ പേരിൽ വേണമെങ്കിൽ കേസെടുക്കാം. അത് പിന്നെ പത്രത്തിൽ വരും, ചാനലില് വാർത്തയാവും. അതുകൊണ്ടുണ്ടാവുന്ന നാണക്കേട് ആർക്കാ? ഈ വീടിനും ഇവിടെ ഉള്ളവർക്കുമാണ്. ആ നാണക്കേടിൽ നിന്ന് ഈ കുടുംബത്തിനെ രക്ഷിക്കാനാ ഞങ്ങൾ തിരിച്ചു വന്നത്. ഞങ്ങൾക്കാർക്കും നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. എന്നോട് ചോദിച്ചിട്ട് ആരും ഈ വീട്ടിലേക്ക് കയറുകയും വേണ്ട. മനസ്സിലായോ? അച്ഛാ, അബദ്ധത്തിൽ ഞാൻ ഒരു കള്ളം പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ എന്റെ ഏട്ടനെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറല്ല. ഞാനും തയ്യാറല്ല. അതുകൊണ്ടാ ഞങ്ങൾ തിരിച്ചു വന്നത്. അച്ഛൻ പോയി. ഇനിയിപ്പോ എങ്ങനെയാ? ഞങ്ങളെ ഇനിയും തടയാൻ വല്ല ഉദ്ദേശമുണ്ടോ രണ്ടാൾക്കും? ദേമായി, പ്രായമൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. ചെന്ന് വേദയോട് പറഞ്ഞേക്ക് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു കയറിയെന്ന്. നന്ദിനി, വാ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്തെങ്കിലും കഴിച്ചേ പറ്റൂ.
ആ അമ്മായി, ഭക്ഷണമൊക്കെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? അതൊക്കെ വേണമെങ്കിൽ നീ ചെന്ന് നോക്കടി. ആ അപ്പോ ശരി, ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കട്ടെ. വാ നന്ദിനി. അത് മാത്രമേ ഉള്ളൂ നമുക്കെടുത്ത് പ്രയോഗിക്കാൻ പറ്റിയ ആയുധം. ആ എന്തായാലും നീ ആഹാരം എടുത്ത് വെക്ക. ഏട്ടത്തിക്ക് ശരിക്കും വിശക്കുന്നുണ്ടോ? എനിക്കിപ്പോ ഒരു പറ്റ തൊണ്ടേന്ന് ഇറങ്ങത്തില്ല. ഇത് വിശപ്പല്ല നന്ദിനി, നമ്മുടെ അവകാശം തിരിച്ചു പിടിക്കല. ഇപ്പൊ ഇതിനകത്ത് കയറി നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കിതിനകത്ത് കയറാൻ മറ്റുള്ളവരുടെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കണം. ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാ പിന്നെ എനിക്കും വേണം. ജീവിച്ചാലും മരിച്ചാലും ഇനി അത് ഒന്നിച്ചാവാം. വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. നിക്കടി. എന്താ കഴിക്കുന്നില്ലേ? ഒന്നും ആലോചിക്കണ്ട. ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരിക്കലും കഴിക്കേണ്ടി വരില്ല. കഴിക്കാനല്ലേ പറഞ്ഞത്? നിന്നോട് പറഞ്ഞത് നന്നായി. നീലേ, ഓ അങ്ങനെ വരുന്നുണ്ട് ചുമ്മാ. വേണ്ട. വിശന്ന് വലഞ്ഞ് കയറി വരുന്നവർക്കെല്ലാം ആഹാരം കൊടുത്തുള്ള പാരമ്പര്യമുള്ളൂ ഈ വീടിന്. അല്ലാതെ ആഹാരത്തിന് മുമ്പിൽ നിന്ന് ആരെ ഇറക്കി വിട്ടിട്ടില്ല. അച്ഛാ, ഇത് ഇവർ അഹങ്കാരം കാണിക്കുന്നതാ, അല്ലാതെ ഇവർക്ക് രണ്ടുപേർക്കും വിശപ്പുണ്ടായിട്ടൊന്നുമല്ല. ഡേ, മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ല ഏട്ടാ, അങ്ങനെ ഇറങ്ങി പോവാനല്ല ഞാൻ തിരിച്ചു കയറിയത്. പിന്നെ ഞാൻ ഇറങ്ങി പോകുന്നതിന് മുൻപേ ഇറങ്ങി പോകേണ്ട മറ്റൊരാളുണ്ട് ഈ വീട്ടില്. അവസരം മുതലെടുത്ത് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന ചെന്നായിയെ പോലെ നീ അടക്കമുള്ള ഒരു പെണ്ണിനെ ഞാൻ വിശ്വസിക്കില്ല. ഒരു പെണ്ണിനും എന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. ഊണിലും ഉറക്കത്തിലും ഒപ്പം നിന്ന് ചതിക്കുന്ന നന്ദിയില്ലാത്ത വർഗമാ നീയൊക്കെ. സ്വാതി കാണിച്ച ചതിക്ക് സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല നീൽ. ഞാൻ നീലിനോട് എന്ത് തെറ്റാ ചെയ്തത്? പകരം തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ നീൽ എന്നോട് പറഞ്ഞപ്പോ ഞാൻ നീലിനെ അനുസരിച്ചു. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? രക്ഷിക്കാൻ വേണ്ടി നീൽ നടത്തിയ ഒരു ഡമ്മി കല്യാണം എന്നാണ് നീൽ എന്നോട് അന്ന് പറഞ്ഞത്. മതി, ഒന്ന് നിർത്ത്. എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോ പ്ലീസ്. ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ. ഇല്ല നീൽ, എനിക്ക് നീലിനോട് സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. കിട്ടിയ അവസരം മുതലെടുത്ത് എന്റെ പിന്നാലെ നീ വരണ്ട. ഇറങ്ങിപ്പോവാൻ. നിനക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ വയ്യെങ്കിൽ ഞാൻ തന്നെ പോയേക്കാം. നീൽ പൊയ്ക്കോ. ഈ മുറിയിൽ എന്റെ മുന്നിൽ നിന്ന് ഇപ്പൊ നീലിന് ഇറങ്ങിപ്പോകാം. പക്ഷേ നീലിന്റെ ജീവിതത്തിൽ നിന്ന് ഇനി ഈ വേദ ഒരിക്കലും പോകില്ല. ഏട്ടൻ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാം. പക്ഷെ അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് ഏട്ടൻ ഒന്ന് കേൾക്കണം. വേണ്ട. നിന്റെ നാവ് കൊണ്ട് പറയുന്ന കള്ളങ്ങൾ ഇനിയും കേൾക്കാൻ എനിക്ക് പറ്റില്ല. ഏട്ടാ, ഏട്ടാ പ്ലീസ് ഏട്ടാ. ഏട്ടാ, എന്ത് സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു കളവ് പറഞ്ഞെന്ന് ഏട്ടന് അറിയാമോ? ഏത് സാഹചര്യത്തിലായാലും എന്റെ ജീവനെ പോലെ സ്നേഹിച്ച നീ ഇത്തരം ഒരു കളവ് പറഞ്ഞത് എന്നെ ചതിക്കുന്നതിന് തുല്യമാ. അത് സഹിക്കാൻ മാത്രം അത്രയ്ക്ക് വിശാല ഹൃദയനൊന്നും അല്ല ഞാൻ. മേലിൽ ഇതും പറഞ്ഞ് എന്റെ പിന്നാലെ വന്നു പോകരുത്. എന്റെ മനസ്സിൽ നിന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. അത് നീ ഓർത്തോ? ഏട്ടാ, നന്ദിനി അത് പറഞ്ഞത്. സത്യമായിട്ടാ അവരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞത്. പിന്നീട് ഒരുപാട് തവണ ഞാൻ സത്യം പറയാൻ ശ്രമിച്ചു. അപ്പോഴൊന്നും എനിക്ക് അത് പറയാനുള്ള അവസരം കിട്ടിയില്ല. അവസരം കിട്ടിയില്ല പോലും. ഇതൊന്നും വിശ്വസിക്കാൻ അത്ര മഠയനൊന്നും അല്ല ഞാൻ. ഈ കള്ളത്തരങ്ങൾ ചവിട്ടി അരച്ചത് എന്റെ ആഗ്രഹങ്ങളെയാ. അതൊരിക്കലും ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. മേലിൽ ഇനി
നീ ഇതും പറഞ്ഞു എന്റെ പിന്നാലെ വരരുത്. ഏട്ടാ, നിനക്ക് എന്റെ ഏട്ടനെ തൊടാൻ പോലും പറ്റില്ല. സമ്മതിക്കില്ല ഞാൻ. കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത നിന്റെ അത്ര ക്രൂരത ഞാൻ കാണിക്കില്ല. സത്യത്തിൽ നീലിനെ എനിക്ക് തിരിച്ചു തരേണ്ടത് നീയാ. ഏട്ടന് വേണ്ടി മാത്രമാണ് നിന്റെ ഈ പോരാട്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ ശ്രമിക്കുന്നത് ഈ കുടുംബത്തിന്റെ അടിത്തറ തകർക്കാൻ വേണ്ടിട്ടാ. ഞാൻ ശ്രമിക്കുന്നത് ഈ കുടുംബം തകരാതിരിക്കാനും. ഈ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ പ്രവർത്തിക്കും. അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാലും ഈ സ്വാതിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കേട്ടത്തോട് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിൽ ഒരർത്ഥമില്ല. മതി നിന്റെ പ്രസംഗം. ഈ കാര്യത്തിലെ നീലിന്റെ പക്ഷത്ത് തന്നെയാ ഞാൻ. വേറെ എന്തൊക്കെ ക്ഷമിക്കാൻ കഴിഞ്ഞാലും ഈ കാര്യം അവന് ക്ഷമിക്കാൻ കഴിയില്ല. അവന് മാത്രമല്ല, ഈ വീട്ടിലെ ആർക്കും. മനസ്സിലാക്കിക്കോ നീ. വേണ്ട, മനസ്സിലാക്കണ്ട. ആരും ഒന്നും കേൾക്കാൻ വേണ്ട. നെഞ്ചുരുങ്ങിയ പാവൻ ചത്തു കഴിയുമ്പോ എല്ലാവർക്കും മനസ്സിലായിക്കോളും. അല്ലെങ്കിൽ തന്നെ ആദ്യം പ്രേമിച്ചത് ആ വേദയല്ലേ? ബോബുജെ, സത്യം അറിയാതെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്. മതിയടോ. ബോബുജെ ഒന്നും ഉണ്ടായിരുന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല. എടോ, ഇത്തിരി വെള്ളമെങ്കിലും ഒഴിച്ച് കുടിക്കേ. കർത്താവേ, എന്തോന്ന് കുടിയാ കുടിക്കുന്നത്? ആവശ്യമില്ലാതെ ബോബുജെ ഓരോന്ന് പറയുന്ന. ശരി ബോബുച്ചായ, വെച്ചോ. ഞാൻ ഇപ്പൊ തന്നെ അവിടെ വരാം. കർത്താവേ, വീണോ? നീലേ, നീലേ. ആ ബോബുജെ, ബോബുജെ ഇരിക്കെ. ബോബുജെ ഇരിക്കെ. എനിക്ക് ഒരു കുഴപ്പമില്ല. വീടിന്റെ ടെറസിലിരുന്ന് മദ്യപിച്ച് ബോധം കെട്ടുകൊണ്ടിരിക്കുക. നീ എങ്ങാനും അവിടെ ചെന്ന ഒന്നുകിൽ നീല നിന്നെ ആ വീട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ അതിന് മുകളിൽ നിന്ന് സ്വയം ചാടി മരിക്കും. എന്തായാലും നീലൊരിക്കലും നിന്റെ കൂടെ വരില്ല. നീലിന് അത്രയ്ക്ക് വെറുപ്പാ നിന്നോട്. അപ്പൊ ശരി, തൽക്കാലം ഞാൻ പോയി നീലിനെ കൂട്ടിക്കൊണ്ടുവരാം. ഇതൊന്ന് പറയാൻ കൂടിയാ ഇങ്ങോട്ട് വന്നത്. നീ സ്വാതിയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഈ രാത്രി അവനെ കൊണ്ടുവരാൻ നീ പോണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയാം എന്റെ മോനെ കൊണ്ടുവരാൻ. നീലിന്റെ കാര്യത്തില് നിനക്ക് ഇത്ര ഉത്കണ്ഠ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? എന്റെ രണ്ട് ആമക്കളുടെയും ജീവിതം തകർന്നു പോയതിന് ഉത്തരവാദി നീ ഒറ്റൊരാളാ. ഗിരിയുടെ ഭാര്യയായി നീ വീട്ടിൽ ജീവിക്കുമ്പോഴും നീലായിരുന്നു നിന്റെ ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നീ ചെയ്തു കൂട്ടുന്നതെല്ലാം അതിന്റെ ബാക്കിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ രാത്രി അവനെ കൊണ്ടുവരാൻ നീ പോണ്ട കാര്യമൊന്നും. എനിക്ക് വിവരമില്ല. നീലിനോടുള്ള സ്നേഹം കൊണ്ട് ഭ്രാന്തായി പോയൊരു പമ്പര വിഡ്ഢി. എത്രയോ നാളുകളായി ആ ഭ്രാന്തിനകത്ത് ജീവിക്കുന്നവളായി ഈ വേദ. പുരാണത്തിലെ ദ്രൗപദിയെ പോലെ എന്റെ ജീവിതം. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നിട്ടും ദ്രൗപദിയുടെ പ്രണയവും സ്നേഹവും എന്നും അർജുനനോട് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അച്ഛന്റെ മകൻ ഗിരിയുടെ ഭാര്യയായി ഈ വീട്ടിൽ ജീവിച്ചിട്ടും ഇന്നും അതേ പരിശുദ്ധിയോടുകൂടി നീലിനു വേണ്ടി വേദ കാത്തിരിക്കുന്നത്. നീൽ ആദ്യം കെട്ടിയ താലി എന്റെ കഴുത്തിലാണ് വീണത്. അതുകൊണ്ട് തന്നെ നീലിനെ പോയി കൊണ്ടുവരാൻ സ്വാതിയെക്കാളും
ഏട്ടത്തി എന്താ ഒന്നും മിണ്ടാത്തത്? കഴിയും. എന്റെ ഏട്ടനെ വിളിച്ചോണ്ട് വരാൻ എനിക്ക് കഴിയും. ദാ ഈ താലിയുടെ ബലം മാത്രം മതി എനിക്കതിന്. നീലിനെയും കൊണ്ട് എനിക്ക് സ്വാതിയുടെ മുൻപിൽ തന്നെ ചെന്നിറങ്ങണം. അതിന്റെ ഒരു ത്രില്ല് ഒന്ന് വേറെ തന്നെയാ. കൊച്ചിങ്ങി പോവാൻ മതിയായിരുന്നു. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. എനിക്ക് പോച്ചേ ഓരോരുത്തരെ ഞാൻ വെറുതെ വിടൂല. ഓ എന്തായാലും കഷ്ടമായി പോയി. എടാ നീലേ, എടാ ഒന്ന് എണീക്കടാ. ഓ ഇത് വലിയ കുരിശായല്ലോ. ആ കൊച്ചിനെയും കാണാനില്ലല്ലോ. എടാ നീലേ എഴുന്നേക്കടാ. എടുത്തോണ്ട് പൊയ്ക്കോട്ടെ, എടുത്തോണ്ട് പോടി. ഒന്ന് പോടി. ഇതേ സ്വാതിയാ. എന്നെ വെല്ലുവിളിക്കാൻ നീ ഇനിയും വളർന്നിട്ടില്ല. കേട്ടോടി വേദ. പതുക്കെ സൂക്ഷിച്ച്. ഓ കൊച്ചു വന്നത് വെറുതെ ആയിപ്പോയല്ലോ. ഒന്നും വെറുതെ ആയില്ല ബോബിച്ചയ. എല്ലാം കണക്ക് കൂട്ടി തന്നെയുള്ള കളികളാ ഈ വേദ നടത്തുന്നത്. സ്വാതി പിന്നെ പിടിച്ചകത്തുണ്ടോ? സ്വാതിയോ? എവിടെ? നീയാണോ എന്നെ കൊണ്ടുവന്നത്? എടാ അഹങ്കാരം കാണിക്കരുത്. നല്ല അടി വാങ്ങിക്കും നീ. പോത്തുപോലെ വളർന്നൊന്നും ഞാൻ നോക്കില്ല. പിടിച്ചോണ്ട് പോവാനകത്ത്. വേണം, ആരും പിടിക്കണ്ട. എനിക്കറിയാം പോവാൻ. ഞാൻ പോണ പോക്ക് കണ്ടില്ലേ? എടേ അങ്ങനെ മണ്ടനാക്കാന്ന് വിചാരിക്കണ്ട. എനിക്ക് പോവാൻ അറിയെങ്കിൽ വരാനും അറിയാം. അയ്യോ ഇതാര്? മത്സ്യദേവതയോ? ഈ കൊച്ചന്റെ ജീവിതം ഇങ്ങനെയായി പോയത്. എങ്ങനെ നടന്നൊരു കൊച്ചനാ. എന്നാലും എന്റെ മഹേഷേട്ട മതി നിർത്ത്. മതി നിർത്തിന്നേ. നിക്കടി അവിടെ. നീ ഒറ്റ ഒരുത്തി ഈ നാശത്തിനെല്ലാം കാരണം അല്ലേ? ഇനിയെങ്കിലും ആ കൊച്ചനെ വെറുതെ വിട്ടൂടെ നിനക്ക്? അതെങ്ങനെയാ? യക്ഷിയല്ലേ ഇവള്? നീലിന്റെ ചോര കുടിക്കാൻ ജന്മമെടുത്ത രക്തരക്ഷസ്. അവന്റെ ജീവൻ എടുത്തിട്ട് ഇവള് അടങ്ങും. എന്താ അല്ലേ? മാറി നിക്കടി. നിന്നോടല്ലേ പറഞ്ഞത് മാറി നിക്കാൻ? നിങ്ങളുടെ അടുത്ത് എന്താ പ്രത്യേകം പറയണോ? മാറിയല്ലോ, പൊയ്ക്കോ.
ഇപ്പൊ എന്റെ മുന്നിൽ ചതിയുടെയും കളവിന്റെ ഒരു പ്രതിരൂപം മാത്രമാ. അപ്രതീക്ഷിതമായ ഒരു ദിവസം എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നവളാ നീ. എന്നിട്ട് നിന്നെ ഞാൻ സ്നേഹിച്ചത് എന്റെ ജീവനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവളായിട്ടാ. ആ എന്നോടാ ഇപ്പൊ ഈ ചതി ചെയ്തേ. ഇനി നിനക്ക് മാപ്പ് തരാൻ ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനോ സന്യാസിയോ ഒന്നും അല്ല. വെറും ഒരു മനുഷ്യനാ. പച്ചയായ ഒരു മനുഷ്യൻ, സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉള്ള വെറും ഒരു മനുഷ്യൻ. അതൊക്കെ ഒരു കള്ളം കൊണ്ട് തകർത്ത നിന്നെ ഇനി ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇറങ്ങണി പുറത്ത്. ഏട്ടാ ഞാൻ പറയുന്നേ കേട്ടോ. ഏട്ടാ പ്ലീസ് ഏട്ടാ. നീ തനിയിരുന്ന് ഇവിടുന്ന് എന്താന്ന് വെച്ചാ പറഞ്ഞു. ഗുഡ് ബൈ.